പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 26-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ പുത്തൻ വർഷത്തിൻ്റെ പുത്തൻ മാസത്തിൻ്റെ 4-ാമത്തെയും അവസാനത്തെയും വിശുദ്ധ ദിനത്തിലേക്ക് നാം ഏവരും പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിച്ച് സന്തോഷകരമായ ജീവിതത്തിൻ്റെ ഉടമകളാകുവാൻ സർവശക്തനായ ദൈവം ജീവജലം ശ്രവിക്കുന്ന ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 6 വേഴ്സ് 8 നാം ഇങ്ങനെ വായിക്കുന്നു: യെരൂശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും വിജനപ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. ഈ വാക്യം തന്നെ ഒരു ഉപദേശമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവം യിരെമ്യാവിൽ കൂടെ ഇസ്രായേൽ ജനതയോട് യെരൂശലേമിനോട് പറയുന്നത്? യെരൂശലേം ദൈവത്തിന് നഗരം, ദൈവാലയം നിലനിൽക്കുന്ന സ്ഥലം, ആരാധന നടക്കുന്ന സ്ഥലം. എന്നാൽ ഈ വാക്യം, ഈ അരുളപ്പാട് ഉണ്ടാവുന്ന സമയത്ത് യെരൂശലേമിന്റെ അവസ്ഥ എന്താണ്? 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ വളരെ വേദന നിറഞ്ഞ അവസ്ഥ കാണുവാൻ കഴിയും. ദൈവം യെരൂശലേമിനെ, ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. എന്താ കാരണം? കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ യെരൂശലേമിൽ ദുഷ്ടത, കവർച്ച, തകർച്ച നിറഞ്ഞിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കേണ്ട ദൈവജനം, ദൈവകൃപ പങ്കുവെക്കേണ്ട സമൂഹം കവർച്ചയും സാഹസവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നും മുറിവ്, എന്നും ചതവ്, എന്നും പ്രശ്നം, എന്നും ഭാരം, എന്നും അസംഭവ്യമായ സംഭവങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് യെരൂശലേമിനോട് ബുദ്ധി ഉപദേശിക്കുന്നു: നീ ഒരു കാര്യം ഓർക്കണം, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നിൽ നിന്നും അകന്നു പോകാതെയും ഇരിക്കേണ്ടതിന് നീ ഉപദേശം കൈക്കൊള്ളണം. നമുക്കറിയാം, ഇന്ന് ആർക്കും ഇഷ്ടമില്ലാത്തതും വേണ്ടാത്തതുമായ ഒരു കാര്യമാണ് ഉപദേശം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് നന്നായിട്ടറിയാം, നമ്മുടെ മക്കൾക്ക് പോലും ഇന്ന് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഉപദേശം. കാരണം എല്ലാവരും പൂർണ്ണരാം, എല്ലാം അറിയാം. കുട്ടികള് മാതാപിതാക്കളോട് ചോദിക്കുന്നത് പപ്പായ്ക്ക് എന്തോ അറിയാം, മമ്മിക്ക് എന്തോ അറിയാം. അധ്യാപകരോട് ചോദിക്കുന്നതും അത് തന്നെയാണ്. സാറിന് എന്തോ അറിയാം, ടീച്ചറിന് എന്തോ അറിയാം. അങ്ങനെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഉപദേശം സ്വീകരിക്കുവാൻ താല്പര്യമില്ലാതെ ക്രൂരമായ മനോഭാവത്തിലും സ്വഭാവത്തിലും ജീവിക്കുന്ന ഒരു തലമുറ, വൈകൃതങ്ങളുടെ ഇരിപ്പിടം, ക്രൂരമായ ജീവിത വിനോദങ്ങൾ, ഇങ്ങനെ പോകുന്നു നീണ്ട നിര. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്റെ ജനമായ യെരൂശലേമിനോട്, ഇസ്രായേൽ ജനത്തോട് പറയുക: എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയുവാൻ നീ അവസരമുണ്ടാക്കരുത്. ഞാൻ നിന്നിൽ നിന്നും അകന്നു പോകുവാൻ
നീ അവസരം ഉണ്ടാക്കരുത്. ഞാൻ നിന്നെ വെറുക്കുവാൻ നീ ഒരവസരം ഉണ്ടാക്കരുത്. അതുകൊണ്ട് നീ ഉപദേശം കൈക്കൊള്ളണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തകർന്നു പോകാതിരിക്കുവാൻ, ദൈവം നമ്മിൽ നിന്നും വിട്ടുപോകാതിരിക്കുവാൻ നാം ദൈവിക ഉപദേശം കൈക്കൊള്ളണം. ഒരു കാര്യം ഓർക്കണം, ദൈവത്തിനെ കൊണ്ട് നമുക്കാണ് ആവശ്യം, എനിക്കാണ് ആവശ്യം. അത് ഓർമ്മയിൽ വെച്ച് ദൈവം എന്നിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോകാതെ ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത് എന്റെ ആവശ്യമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ദൈവത്തിന് ഹിതകരമാകും വണ്ണം ജീവിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളണം. കൈക്കൊള്ളുന്ന ഉപദേശം നാം സ്വീകരിക്കണം, നാം പാലിക്കണം. യെരൂശലേമേ, ഞാൻ നിന്നെ വിട്ടുപിരിയാതെ ഇരിക്കേണ്ടതിന് നീ എന്റെ ഉപദേശം കൈക്കൊള്ളണം. ഇന്നത്തെ തലമുറകൾക്ക് ഉപദേശം വേണ്ട, യുവജനങ്ങൾക്ക് ഉപദേശം വേണ്ട. തന്മൂലം ഇന്ന് അവർ ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങളിൽ, ജീവിതചര്യകളിൽ ചെന്നുപെടുന്നു. അങ്ങനെ അവർ വലിയ പ്രതിസന്ധിയിൽ ആയിത്തീരുന്നു, ഡിപ്രഷനിൽ എത്തിച്ചേരുന്നു, ജയിൽ അറകളിൽ എത്തിച്ചേരുന്നു. എന്താണ് കാര്യം? മാതാപിതാക്കളുടെ ഉപദേശം ആവശ്യമില്ല, അധ്യാപകരുടെ ഉപദേശം ആവശ്യമില്ല, മുതിർന്നവരുടെ ഉപദേശം ആവശ്യമില്ല, സഭാ ശുശ്രൂഷകരുടെ ഉപദേശം ആവശ്യമില്ല. ഇന്ന് ഉപദേശം കൈക്കൊള്ളുവാൻ വൈമനസ്യമുള്ള ഒരു ജീവിത രീതി തലമുറ. തന്മൂലം ദൈവം അവരെ വിട്ടുകളയും, അവരെ എന്നേക്കുമായി ഏകരാക്കി നശിപ്പിച്ചു കളയും. ഇത് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ ദിനം അതിരാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കപ്പെടുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുക, അംഗീകരിക്കുക, പാലിക്കുക. അതിൽ കൂടെ അനുഗ്രഹം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവവചനം വായിക്കുക, പഠിക്കുക, അതിൽ നിലനിൽക്കുക, അതിൽ വളരുക, ജീവിക്കുക. നിശ്ചയമായും അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് കരയുന്ന പ്രവാചകൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന യിരെമ്യാവ് വളരെ വേദനയോടെ ദൈവത്തിന്റെ ആലോചന യെരൂശലേമ്യരോട് പറയുകയാണ്. യെരൂശലേമേ, ദൈവത്തിന്റെ ആലയം വസിക്കുന്ന, ഹൃദയഭാഗത്ത് വസിക്കുന്ന ജനമേ, നിങ്ങളെ ദൈവം വിട്ടു പിരിയാതെ ഇരിക്കണമെങ്കിൽ, നിങ്ങൾ നിന്നും അകന്നു പോകാതെ ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളണം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട്, തലമുറയോട്, സഭയിലുള്ളവരോട്, കൂട്ടായ്മയുള്ളവരോട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. കേൾക്കുകയോ പാലിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അവരുടെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാ. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നാം മടിക്കാതെ, പിന്നോട്ട് മാറാതെ നിറപടിയായി ചെയ്യുക. അതെ, അവർ തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ ദിനം അതിരാവിലെ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, എന്ത് സാഹചര്യം ഉണ്ടായാലും ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളാതെ പോകരുത്. ദൈവിക ഉപദേശങ്ങൾ നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കും, നമ്മളെ ഉയർച്ചയിലേക്ക് നടത്തും, നമ്മളെ നിത്യതയിൽ കൊണ്ട് എത്തിക്കും. അങ്ങനെ ധന്യമായൊരു ജീവിതം നമുക്കും നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ലഭ്യമാകേണ്ടതിന് ഒരു കാര്യം ചെയ്താൽ മതി. ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ ഉപദേശമല്ല, ദൈവത്തിന്റെ ഉപദേശം കൈക്കൊണ്ട് പ്രാർത്ഥനാപൂർവം ജീവിക്കുക. നന്മ പ്രാപിക്കും. നമ്മെ തിന്മ തൊടാതെ തമ്പുരാൻ നമ്മെ മാനിച്ച് അനുഗ്രഹിച്ച് ഉയർത്തും. അങ്ങനെ ജീവജലത്തിന്റെ പ്രേക്ഷകരായ നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. എന്ത് ചെയ്യണം? അതിന് മറക്കരുത്, ദൈവത്തിന്റെ ഉപദേശം സ്വീകരിക്കണം, കൈക്കൊള്ളണം. എന്തിന്? ദൈവം നമ്മെ വിട്ടുപിരിയാതെ ഇരിക്കണമെങ്കിൽ. അതെ, ദൈവം നമ്മെ വിട്ടുപിരിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ കോടികൾ ഉണ്ടാക്കിയാലും
ഉന്നത കുലജാതരാണെങ്കിലും ഏതെല്ലാം ഉയർന്ന പോസ്റ്റുകളിൽ വർക്ക് ചെയ്താലും ഏതെല്ലാം സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും പ്രിയമുള്ളവരെ, ഒരർത്ഥവുമില്ല. തമ്പുരാൻ നമ്മോട് കൂടെ ഉള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, ഭാഗ്യം, നന്മ, ഉയർച്ച. അതുകൊണ്ട് ആ ദൈവം നമ്മിൽ നിന്നും അകന്നു പോകാതിരിപ്പാൻ ദൈവിക ഉപദേശം കേട്ട് സ്വീകരിച്ച് അതിൽ ജീവിപ്പാൻ നമ്മെ ഏവരെയും പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, 2025 എന്ന പുത്തൻ വർഷത്തിന്റെ ജനുവരി എന്ന ആദ്യ മാസത്തിന്റെ 4ാമത്തെയും അവസാനത്തെയും വിശുദ്ധ ദിനത്തിലേക്ക് പ്രവേശിപ്പാൻ തമ്പുരാൻ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ വിട്ടുപിരിയാതെ ഇരിക്കണമെങ്കിൽ, ഞങ്ങളെ വെറുക്കാതെ ഇരിക്കണമെങ്കിൽ, ഞങ്ങളിൽ നിന്നും അകന്നു പോകാതെ ഇരിക്കണമെങ്കിൽ ദൈവവചനം, ഉപദേശം സ്വീകരിക്കണമെന്നും അത് പാലിക്കണമെന്നും യിരെമ്യാവിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, പലപ്പോഴും അങ്ങയുടെ ഉപദേശം കേൾക്കാതെ ഞങ്ങളുടെ കൂട്ടുകാരുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ളവരുടെ ഉപദേശം കേട്ടവരാ. അതുകൊണ്ട് അനേക പരാജയങ്ങൾ, തകർച്ചകൾ, വീഴ്ചകൾ, കണ്ണുനീരുകൾ ഒക്കെ ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ആ കുറവ് ഞങ്ങൾ നിരുപാധികം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നപ്പാ, ഇനി അവയൊന്നും ആവർത്തിക്കാതെ അങ്ങയുടെ ഉപദേശം കൈക്കൊള്ളുവാൻ, അതിൽ വളരുവാൻ, ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ദൈവ സാന്നിധ്യം ഞങ്ങളോട് എപ്പോഴും കൂടെ ഇരിക്കേണ്ടതിന് ദൈവവചനത്തിൽ വളരുവാൻ, ഉപദേശം കൈക്കൊള്ളുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. എല്ലാവിധ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ വിട്ടുപിരിഞ്ഞാൽ സകലവും ഇല്ലാതായി. നമ്മൾ വെറും വട്ടപൂജ്യമായി മാറും. അതിന് ഒരു കാരണവശാലും ഇടവരരുത്. അതിന് നാം എന്തു ചെയ്യണം? എങ്ങും പോകണ്ട, ഒരു നേർച്ച കാഴ്ച അർപ്പിക്കണ്ട, ഒരു കർമ്മമാർഗങ്ങളിലും പോകണ്ട, ഒരു സഭയും മാറണ്ട, ഒരു ആചാരാനുഷ്ഠാനങ്ങളും ചെയ്യണ്ട. ദൈവിക ഉപദേശം അതുപോലെ സ്വീകരിച്ച് അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കി പ്രാർത്ഥനയോടെ മുൻപോട്ട് പോയാൽ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുകയും നമ്മോട് ചേർന്നിരുന്ന് എല്ലാ ഘട്ടങ്ങളിലും നമ്മെ വിടുവിച്ച് ദൈവകൃപയോടെ നടത്തുകയും ചെയ്യും. ജീവജലത്തിന്റെ പ്രേക്ഷകരായ നിങ്ങളെ ഓരോരുത്തരെയും ഈ നിലയിൽ ദൈവം കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ. ഒരു സാഹചര്യത്തിലും ദൈവിക ഉപദേശം പിന്നിൽ എറിഞ്ഞു കളയാതെ അത് പ്രാർത്ഥനയോടെ പിടിച്ച് അതിന് മാത്രം പ്രയോറിറ്റി കൊടുത്ത് ദൈവകൃപയോടെ ജീവിപ്പാൻ കർത്താവ് ഇടയാകട്ടെ. ഇന്ന് ഈ വിശുദ്ധ ദിനം നിങ്ങളെ ഏവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.